ശ്രീ പി കെ ഗോപൻ മുഖ്യമന്ത്രിയുടെ ഈ വിശദീകരണത്തോടുകൂടി നേരത്തെ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയായോ? അദ്ദേഹം രണ്ട് കാര്യങ്ങളും പറഞ്ഞു. ഹെലികോപ്റ്റർ യാത്രയെക്കുറിച്ച് അത് നിക്ഷേപകരെ കാണുന്നതിന് വേണ്ടിയായിരുന്നു. ആരെ കാണാനാണ്, ഏത് നിക്ഷേപകരെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞില്ല. എങ്കിൽ കൂടിയും നിക്ഷേപകരെ കാണാനാണ്. അപ്പോൾ അതൊരു സ്വകാര്യ യാത്രയല്ല. ഭക്ഷണം കഴിക്കാൻ പോലും മുഖ്യമന്ത്രിക്ക് അനുവാദമില്ലേ എന്നുള്ള മറ്റൊരു ചോദ്യം കൂടി അദ്ദേഹം ഉന്നയിക്കുകയാണ്. എങ്ങനെ കാണുന്നു ഇതിനെ? നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോ നുണ പറഞ്ഞാൽ അത് കേരളത്തിനൊരു വാർത്തയല്ല. അദ്ദേഹം സത്യം എന്തെങ്കിലും പറയുന്നെങ്കിൽ മാത്രമാണ് അതൊരു വാർത്തയായിട്ട് മാറുന്നത്. ഇന്ന് അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഒരു വിദണ്ഡവാദത്തിന്റെ മറുപടിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആരാണ് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നതിന് എതിരായിട്ട് സംസാരിച്ചത്? അദ്ദേഹത്തിന്റെ ഭക്ഷണം ആഘോഷമാക്കി മാറ്റുകയും ക്യാമ്പുകളിൽ കഴിയുന്ന മനുഷ്യർ ദുരിതത്തിലാണ്ട് കഴിയുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് അവിടെ ഇടപെടാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരിശ്രമം നടത്താതെ അദ്ദേഹം ഒരു 10-40 പരം വിഭവങ്ങൾ അണിനിരന്ന ഒരു വിരുന്നിൽ പങ്കെടുത്തു എന്നുള്ള ആക്ഷേപമാണ് ജനങ്ങൾക്കുള്ളത്. അല്ലാതെ വി ഡി സതീശൻ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് നമ്മൾ ആരെങ്കിലും പറയുമ്പോൾ അദ്ദേഹം അതിനെ കണ്ടതെങ്ങനെ? ഭക്ഷണം കഴിക്കുന്നതിന് വിമർശനം എന്നുള്ള അർത്ഥത്തിലാണ്. ഇങ്ങനെയാണോ ഇതിനെ കാണേണ്ടത്? അതിന് മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുകയുണ്ടായി. ശ്രീ പി കെ ഗോപൻ, കഴിഞ്ഞ പ്രളയകാലത്ത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അദ്ദേഹം നിരാഹാരം ഇരിക്കുകയല്ലായിരുന്നുവല്ലോ എന്നുള്ള ചോദ്യവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അതെ, അതാ ഞാൻ പറഞ്ഞത് വിദണ്ഡവാദം. പിണറായി വിജയൻ വിദേശത്ത് ചികിത്സയ്ക്ക് പോകാനിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ രോഗം എന്താണെന്നുള്ളത് നമ്മൾ ഇവിടെ പരസ്യമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കുറച്ച് ഗൗരവമുള്ള രോഗമാണ്. ആ രോഗം ഉണ്ടായിരിക്കെ വിദേശ യാത്ര ക്യാൻസൽ ചെയ്തിട്ടാണ് പിണറായി വിജയൻ ഇവിടെ നിന്നത്. പിണറായി വിജയൻ ഭക്ഷണം കഴിക്കുന്നില്ല എന്നർത്ഥത്തിലല്ല നമ്മളത് പറഞ്ഞത്. അതുകൊണ്ട് വി ഡി സതീശനും ഭക്ഷണം കഴിക്കുന്ന പ്രശ്നമല്ല. പിണറായി അന്ന് ഇങ്ങനെ ഒരു വിരുന്നിൽ പങ്കെടുത്തിരുന്നെങ്കിലോ നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ എങ്ങനെയാണോ അത് ആഘോഷിക്കുമായിരുന്നത് വാർത്തയിൽ? പിണറായി വിജയനാണ് ഹെലികോപ്റ്റർ അമ്മായിയച്ഛനെ കാണാൻ പോയത് ഉപയോഗിച്ചെങ്കിലോ കേരളത്തിലെ മനോരമയ്ക്ക് 8 പേജ് വാർത്തയാവില്ലേ? മാതൃഭൂമിക്ക് 6 പേജ് വാർത്തയാവില്ലേ? ഇത് ഒരു കോളം വാർത്തയിൽ ഒതുക്കുകയും സ്നേഹസമ്പന്നനായ മരുമോഹനാക്കി ചിത്രീകരിക്കുകയും ചെയ്തില്ലേ പിണറായി വിജയനെ? നേരെ മറിച്ച് ദുരന്തത്തിൽ കഴിയുന്ന മനുഷ്യരെ ആ പ്രതിസന്ധി കണ്ടിട്ട് വെളുപ്പിന് 5 മണി മുതൽ 4 മണി മുതൽ വലിയ തോതിൽ വാർത്ത വരികയാണ് അവിടുത്തെ പ്രളയത്തെ സംബന്ധിച്ച്. ആ വാർത്ത വരുമ്പോഴാണ് അദ്ദേഹം കൊച്ചിയിലേക്ക് പോകുന്നു. കാലാവസ്ഥ മോശമായത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ കാലാവസ്ഥ മോശമായത് തന്നെ മനസ്സിലാകുന്ന ആളാണല്ലോ മുഖ്യമന്ത്രി. അങ്ങനെ തിരിച്ചുവിടുന്നു. പക്ഷെ അത് നിക്ഷേപകരെ കാണാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തമിഴ്നാട് മുഖ്യമന്ത്രിയെ കണ്ടിട്ട് വന്ന നിക്ഷേപകരാണ്. അപ്പോൾ കേരള മുഖ്യമന്ത്രി അവരെ കണ്ടില്ലെങ്കിൽ മറ്റൊരു വിമർശനം ഉയരും. തമിഴ്നാട്ടിലേക്ക് നിക്ഷേപം പോകുന്നു, കേരളത്തിലേക്ക് വരുന്നില്ല, കാരണം മുഖ്യമന്ത്രി നിക്ഷേപകരെ കാണാൻ പോലും കൂട്ടാക്കിയില്ല എന്ന്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അദ്ദേഹം യാത്ര പോയിട്ട് കാലാവസ്ഥ മോശമായതുകൊണ്ട് വീണ്ടും തിരുവനന്തപുരം തിരിച്ചു വന്നു. എന്നിട്ട് വീണ്ടും പോയിട്ടാണ് അദ്ദേഹം അമ്മായി അച്ഛനെ കാണുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് നമ്മുടെ മംഗലാപുര യാത്രയിൽ എത്രമാത്രം നുണ പറഞ്ഞു. മംഗലാപുര യാത്രയിൽ പറഞ്ഞ മറുപടി എന്താ? ഒന്ന് ആലോചിച്ച് നോക്കി. ആര്യാട് മുഹമ്മദിന്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവിനെ കാണാനെ പോയി, അകന്ന ബന്ധുവിനെ കാണാൻ പോയി എന്ന് കേരളത്തെ ബോധ്യപ്പെടുത്തുകയാണ്. കേരളത്തിലുള്ളവരെല്ലാം ഇത്രയും മണ്ടന്മാരാണെന്നാണ് ഈ മനുഷ്യൻ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതുപോലെ ഏത് ഇൻവെസ്റ്റേഴ്സ് ഗ്രൂപ്പാ അത് അദ്ദേഹം പറയട്ടെ. എന്നിട്ട് അതിന് പത്രക്കാർ ചോദിച്ചോ പറയുക അത് വരാതിരിക്കാൻ വേണ്ടിയാണോ എന്ന് പറഞ്ഞാൽ പത്രക്കാരും നാട്ടുകാരും പൊതുജനങ്ങളും ഒന്നും അറിയണ്ട ഏത് ഇൻവെസ്റ്റേഴ്സ് ഗ്രൂപ്പിനെയാണ് താൻ പോയി കാണുന്നത് എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇത് അമ്മായിയച്ഛൻ തന്നെ ഒരു ബിസിനസ് ഗ്രൂപ്പ് ആണോ എന്ന് അദ്ദേഹം പറഞ്ഞാൽ മതി. ആ ബിസിനസ് ഗ്രൂപ്പിനെ കാണാനാണോ അദ്ദേഹം പോയെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നത്, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഹെലികോപ്റ്റർ പോയാലും പോയില്ലേലും അതിന് പണം അടച്ചേ മതിയാകുന്നത്. ഞാനത് ചോദിക്കട്ടെ, ഡൽഹിയിലേക്ക് ഒരു ഫ്ലൈറ്റ് പോകുന്നു ശ്രീ മഞ്ജുഷേ, 4 സീറ്റ് ഒഴിവുണ്ട്. അപ്പൊ ചെന്ന് പറയുകയാണ് എന്തായാലും 4 സീറ്റ് ഒഴിവുണ്ടല്ലോ, ഒരാളോട് അതിന് കയറിയിരിക്കണ്ട, പൈസ വാങ്ങിക്കണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അല്ല, ഇത് ശരിയാണ് കേട്ടോ. കാരണം 80 ലക്ഷം രൂപ ഓരോ മാസവും കൊടുക്കണം. 25 മണിക്കൂർ ഫ്രീ ആണ്. 25 മണിക്കൂറിന് ശേഷമാണെങ്കിൽ കൂടുതൽ പൈസയും കൊടുക്കണം. അപ്പോൾ വെറുതെ ഒരു ഹെലികോപ്റ്റർ കിടക്കുകയാണ്. അതെങ്ങനെയാണ് അങ്ങനെ കിടക്കുന്നത്? അത് കരാറുണ്ടാക്കിയത് പിണറായി സർക്കാരാണ്. അതെ, പിണറായി സർക്കാർ ഹെലികോപ്റ്റർ വാങ്ങിച്ചപ്പോ ഇന്ന് അദ്ദേഹം വേറൊരു നുണ കൂടി പറഞ്ഞു. നമുക്കൊരു വിഷമമുണ്ട്, മുഖ്യമന്ത്രി നുണ പറഞ്ഞു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു വിഷമമുണ്ട്. ഞങ്ങൾക്കൊക്കെ കുറച്ചു ദിവസം അതുണ്ടായിരുന്നു. ഇപ്പൊ ആ വിഷമമില്ല കേട്ടോ. അതുകൊണ്ട് അങ്ങ് തുറന്നു പറയുക. അതായത് പിണറായി വിജയൻ ഹെലികോപ്റ്റർ എടുക്കുമ്പോൾ ആ ഹെലികോപ്റ്റർ എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് പൊതുജനത്തെ ബോധ്യപ്പെടുത്തി. ആ ഹെലികോപ്റ്റർ അവയവം കൊണ്ടുപോകാൻ, എത്ര അവയവം കൊണ്ടുപോയി എന്നുള്ളത് 7 മനുഷ്യരെ അതിന്റെ പേരിൽ രക്ഷിച്ച ഹെലികോപ്റ്റർ ആണത്. 7 പേർക്ക് അവയവമായിട്ട് അത്
എയർ ട്രാൻസ്പോർട്ടേഷൻ നടത്തി എന്നുള്ളത് നമ്മൾ കണ്ട ഒരു കാര്യമാണ്. അപ്പോ എയർ ട്രാൻസ്പോർട്ടിങ് നടത്തി ഈ അവയവം കൊണ്ടുപോയി പിണറായി വിജയൻ അവയവം കൊണ്ടുപോകാനാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചതെങ്കിൽ വി.ഡി. സതീശൻ അമ്മായിയച്ഛനെ കാണാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, പാർട്ടി സമ്മേളനത്തിന് ഉപയോഗിച്ചായിരുന്നു. പാർട്ടി സമ്മേളനത്തിന് പോകാനും അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപയോഗിച്ചിരുന്നു. തെറ്റാണ്. പിണറായി വിജയൻ പാർട്ടി സമ്മേളനത്തിന് ഉപയോഗിച്ചില്ല. ഇടുക്കി ജില്ലയിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് തിരുവനന്തപുരത്ത് കേന്ദ്ര സംഘത്തിന്റെ മിന്നൽ സന്ദർശനം അദ്ദേഹത്തെ അറിയിക്കുന്നത്. കേന്ദ്ര സംഘത്തെ കാണാനാണ് അദ്ദേഹം പോയത്. അതിന്റെ രേഖകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതല്ലാതെ പാർട്ടി സമ്മേളനത്തിന് ഉപയോഗിച്ചു എന്ന് അന്ന് ചില മാധ്യമങ്ങൾ, വി.ഡി. സതീശന് വേണ്ടി പ്രവർത്തിച്ച ചില മാധ്യമങ്ങൾ കൊണ്ടുവന്ന വാർത്തയാണ്. അത് തെറ്റാണെന്ന് ഞങ്ങൾ ബോധ്യപ്പെടുത്തിയതാണ്. ഇന്നിപ്പോ അന്ന് പാർട്ടി സമ്മേളനത്തിന് ഹെലികോപ്റ്റർ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ 6 കോളം വാർത്ത എഴുതി വരുന്നുണ്ടാ അമ്മായിയച്ഛനെ കാണാൻ പോയതിന്റെ വാർത്ത വരാത്തതിന്റെ കാരണം എന്താ? അപ്പൊ തെറ്റായ കാര്യങ്ങളാണ് അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ എം രോഹിത് ഇതിനുള്ള മറുപടി ഇന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞത്, ഒന്ന് ഹെലികോപ്റ്റർ യാത്രയെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചു എന്നാണ്. അതൊരു സ്വകാര്യ സന്ദർശനമായിരുന്നില്ല കൊച്ചിയിലേക്കുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോയത് സ്വകാര്യ സന്ദർശനമായിരുന്നില്ല, അത് നിക്ഷേപകരെ കാണുന്നതിന് വേണ്ടിയായിരുന്നു. രണ്ടാമത്തേത് പിറ്റേ ദിവസത്തെ വിരുന്നിനെ കുറിച്ചാണ്. അതിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ആ സമയത്ത് എല്ലാ ഏകോപനവും നടത്തുന്നുണ്ടായിരുന്നു, ഫോണിലൂടെ ജില്ലാ കളക്ടർമാരുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു, ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങളുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു, ഫോൺ എപ്പോഴും കയ്യിലുണ്ടായിരുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൃത്യമായിട്ട് ഓരോ കാര്യവും വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ, അത് 3 മണിയായി, അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോലും മുഖ്യമന്ത്രിക്ക് അവകാശമില്ലേ എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇവിടെ ശ്രീ പി കെ ഗോപൻ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, മുഖ്യമന്ത്രി നുണ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണെന്ന്. അല്ല, കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരുന്ന ഒരു മുന്നണി, അവർക്ക് അവരുടെ അധികാരം നഷ്ടപ്പെട്ടതിന് ശേഷം കേരളത്തിൽ ഇപ്പോൾ എങ്ങനെയൊക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ജനസ്വീകാര്യത തിരിച്ചു ലഭിക്കാൻ പറ്റും, അതിനുവേണ്ടി എന്തെല്ലാം പ്രചരണം നടത്താൻ പറ്റും എന്നതിനെ സംബന്ധിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഈ സർക്കാരിനെ ഏതെല്ലാം തരത്തിൽ കുറ്റപ്പെടുത്താൻ പറ്റും, എന്തെല്ലാം വിവാദം ഉണ്ടാക്കും, തൊടുന്നതിനെ മുഴുവൻ വിവാദമാക്കുന്ന മുന്നണിയായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാറുകയാണ്. മുഖ്യമന്ത്രി ഭക്ഷണം കഴിക്കാൻ പോയാൽ അത് വിവാദമാക്കുകയാണ്, മുഖ്യമന്ത്രി സഞ്ചരിച്ചാൽ അത് വിവാദമാക്കുകയാണ്, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം വിവാദമാക്കുകയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും സർക്കാരിനെ വിമർശിക്കാൻ കഴിയുന്നില്ല. പക്ഷേ രോഹിത്, ഈ സമയം കൂടി നോക്കണം കേട്ടോ. ഔചിത്യത്തിന്റെ ഒരു കാര്യം കൂടിയുണ്ട്. പ്രളയത്തിൽ മുങ്ങി നിൽക്കുകയായിരുന്നു കേരളം. അതിൽ തിരുവനന്തപുരവും കൊല്ലവും ഒഴിച്ച് ബാക്കി ജില്ലകളിൽ ജനജീവിതം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.